Today's first speaker is Dr. Sri Priya Shaji ma'am, who is a renowned nutritionist and a counseling psychologist. She is a founder of Srisha Counseling Kozhikode. She has over 20 years of clinical experience and authored a number of research publications. I welcome you, ma'am, to speak on lean diabetes. Yes. Welcome, Sunil sir, for your opportunity as well as being present here. And basically, I'm entering into the session today. Good morning, one and all. Once again, I welcome you all. And today, my topic is lean diabetes. Before entering to the topic, let me start the screen. Okay. Lean diabetes. Whenever we talk about prameham or diabetes, the first thing comes into our mind is തടിച്ചവർക്ക് വരുള്ളൂ, അധികം കഴിക്കുന്നവർക്ക് വരുള്ളൂ. ഞാൻ കഴിക്കത്തില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. But unfortunately, diabetes is not just for തടിച്ചവർ. Most commonly ഈ ഒരു വിചാരം കൊണ്ട് പലപ്പോഴും മെലിഞ്ഞിട്ടുള്ളവർ സ്കിപ്പ് ആകുന്നത്, ഇഗ്നോറന്റ് ആകുന്നത് കാരണം ഹൈ ബ്ലഡ് ഷുഗറിലാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി നമ്മൾ മെലിഞ്ഞിട്ടുള്ളവർ ഷുഗർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ their blood sugar was above 250 or 300. ഈ ഒരു കാരണം വരുമ്പോൾ they were totally buffered. എന്തിനാണ് എനിക്ക് ഇങ്ങനെ എത്രയോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ, നല്ലോണം ചെയ്തിട്ടില്ലല്ലോ? Why does it come is the question is most common and addressed. So അതിന് മുൻപ് നമ്മുടെ ബോഡി സൈസെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ അറിയാം. മെലിഞ്ഞ ശരീരം, തിൻ, പൊണ്ണത്തടിയോ അല്ലെ ഫാറ്റ്, ഒബീസ്, മോർബിഡ് ഒബീസിറ്റി വരെ പോകുന്ന, ഓവർ വെയ്റ്റ്, ഒബീസിറ്റി ആൻഡ് മോർബിഡ് ഒബീസിറ്റി വരെ പോകുന്ന ഫാറ്റ് പേഴ്സൺ. അപ്പോ ഈ തിൻ പേഴ്സൺ എങ്ങനെയാ ഡയബറ്റീസ് വരുന്നത്, മെലിഞ്ഞ ശരീരം ഉള്ളവർ എങ്ങനെയാണ് ഡയബറ്റീസ് വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ 2 വീലർ എത്ര കാലം നമ്മൾ റിസർവിൽ ഓടിക്കാൻ പറ്റും? 1 ദിവസം, 2 ദിവസം, 3 ദിവസം. എനിക്ക് ഭക്ഷണം വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് സൃഷ്ടിന്റെ നമ്മൾ എതിരായി പോകണ്ട. സോ whenever you eat very less, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന്റെ ഉത്പന്നം കുറയുകയും ചെയ്യും. പല സമയത്ത് അവിടെ ഇൻസുലിൻ തീരെ ഇല്ലാതെ ആവും. സോ അഗെയിൻസ്റ്റ് നമുക്ക് ഇൻസുലിൻ ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സെക്രീഷൻ ഇൻ അവർ ബോഡി ഫോർ controlling our sugar levels. അപ്പൊ ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ ബീറ്റ സെൽസിന് തീരെ ചെയ്യാൻ, ആൽഫ ബീറ്റ ഗാമ സെൽസ് ആണ് നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ബോഡിയിൽ നടക്കുമ്പോഴത്തേക്ക് ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബീറ്റ സെൽസ് തീരെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതാകുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ മെലിഞ്ഞിട്ടുള്ളവര് ഡയബറ്റിസ് കണ്ടെത്തുന്നത്. അപ്പോ തടിച്ചിട്ടുള്ളവർക്ക് മിക്കവാറും ഡയബറ്റിസ് കണ്ടെത്തുമ്പോഴത്തേക്ക് their metabolism is altered. അപ്പൊ മെറ്റബോളിസം ആൽറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോ ബാഗിൽ നമ്മൾ 10 കിലോ വെയിറ്റ് കൊടുക്കാനെങ്കിൽ ഹൗ ലോങ് ക്യാൻ ഇറ്റ് സർവൈവ്? ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് ദ പാൻക്രിയാസ്. അതിന്റെ ആവശ്യത്തിന് കൂടുതൽ കൊടുക്കുന്നതും തീരെ കൊടുക്കാതിരിക്കുന്നതും. ദീസ് 2 ആർ ദ ടിപ്പിക്കൽ ക്ലാസിഫിക്കേഷൻ. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ എസ്പെഷ്യലി വി ഹാവ് എ തേർഡ് ക്ലാസിഫിക്കേഷൻ, തിൻ ഫാറ്റ് ഇന്ത്യൻ. ഈ തിൻ ഫാറ്റ് ഇന്ത്യൻ എന്ന് പറയുന്നവര് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കണ്ടാൽ വളരെ കറക്റ്റ് ആണ്, ഫേസും കാര്യങ്ങളും ദേ ആർ പക്ക ഐഡിയൽ വെയിറ്റ് ആയി തോന്നും. പക്ഷെ ഇവരുടെ ഒബീസിറ്റി എന്ന് പറയുന്നത് ഇവരുടെ സെൻട്രൽ ഒബീസിറ്റി, വയറ് ഭാഗത്തിൽ കൂടുന്ന ഒബീസിറ്റി ആയിരിക്കും. ഈ തിൻ ഫാറ്റ് ഇന്ത്യൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ടിപ്പിക്കൽ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ ബ്ലാക്ക് മണി. നമ്മൾ പൈസ തീരെ ഇല്ലാത്ത സമയത്ത് വി സ്ട്രഗിൾ ടു ഗെറ്റ് ദ മണി. വൺസ് വി ഗെറ്റ് ദ മണി, അത് പലപ്പോഴും ആവശ്യത്തിന് ഉപയോഗിക്കാതെ നമ്മൾ ഇങ്ങനെ പതുക്കി ബ്ലാക്ക് ആയിട്ട് സ്റ്റോർ ചെയ്ത് പോവും. ആ ബ്ലാക്ക് മണി ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല, നമ്മൾ അതിന്റെ ഉപയോഗമേ ഇല്ലാതാവും. ദ സെയിം തിങ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ലോ ബർത്ത് വെയിറ്റായി ജനിക്കുന്നു. ഫാറ്റ് കാണുമ്പോൾ ഇഷ്ടംമാതിരി ഫാറ്റ് കഴിക്കുന്നു, ഇഷ്ടംമാതിരി പ്രോട്ടീൻ കഴിക്കുന്നു. ഫോർ എക്സാമ്പിൾ, കൂടുതൽ ജങ്ക് ഫുഡ്സും പ്രോട്ടീനും. ഒരു ബോഡി എന്ന് പറയുന്നത് 20% പ്രോട്ടീൻ അബ്സർവ് ചെയ്യുമെങ്കിൽ
നമ്മൾ ഒരു 80% പ്രോട്ടീൻ കൊടുക്കുകയാണ്. അപ്പൊ ഈ 20% കഴിഞ്ഞ ശേഷമുള്ള ബാക്കി 60% പ്രോട്ടീൻ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ സേവിങ്സ് അല്ല കിടക്കാൻ പോകുന്നത്, അത് ഫാറ്റായി നമ്മുടെ വയറുഭാഗത്ത് കിടക്കാൻ പോകുന്നു. ആ ഫാറ്റ് ഒരിക്കലും നമ്മുടെ ഒരു നന്മയും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഡോക്ടർ വി മോഹൻ, പ്രശസ്തമായ ഡയബറ്റോളജിസ്റ്റ്, പറയുന്നത് വി ആർ തിൻ ഫാറ്റ് ഇന്ത്യൻസ് ആസ് വി കെയറി വെയിറ്റ് അറൌണ്ട് അബ്ഡമൻ. ഈ ബോഡീസ് ഒരിക്കലും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതാകും എന്നാണ് അവരുടെ റിസർച്ചിൽ പറഞ്ഞത്. സോ തിൻ ഫാറ്റ് ഇന്ത്യനും ലീൻ ഡയബറ്റീസിലും ജസ്റ്റ് ഈറ്റിംഗ് മാത്രം അല്ല, കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല കാര്യങ്ങൾ. ഇവർക്കും ജീവിതശൈലി പ്രശ്നങ്ങളുണ്ട്. ജെനറ്റിക്സ് പ്ലേസ് എ മേജർ റോൾ. അതിനടുത്ത് വളരെ പ്രധാനപ്പെട്ടത് സ്മോക്കർ, പുകവലി, മദ്യപാനം, മടുത്തെടുക്കുന്നത്, ഉറക്കം ഒഴിവാക്കുന്ന, അതും എസ്പെഷ്യലി ഈ പാൻഡമിക്കിൽ അധികം പേർ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഉറക്കം എന്നത് മറന്ന് ഉറക്കം ഒഴിവാക്കി രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും രാവിലെ നേരം തെറ്റി ഉണരുകയും. ദിസ് സൂര്യ ഉദയവും സൂര്യ അസ്തമവും ഏത് കാല അവസ്ഥയിലും മാറിയിട്ടില്ല, എന്ത് മഹാമാരിയിലും മാറിയിട്ടില്ല. നമ്മുടെ ഉറക്കം മാത്രം മാറ്റാൻ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ തിൻ ഡയബറ്റിസ് എന്ന ഒരു കാര്യം പറഞ്ഞാല്, ഈ തിൻ ഡയബറ്റിസ് നമ്മുടെ പ്രഗ്നൻസി ഗർഭകാലത്ത് തന്നെ തുടങ്ങുന്നു. അതുകൊണ്ട് അമ്മമാരെ ശ്രദ്ധിക്കൂ. അണ്ടർ നറിഷ്ഡ് മദർ, അതായത് പോഷകം കുറഞ്ഞ അമ്മമാർക്ക് പോഷകം കുറഞ്ഞ അല്ല അണ്ടർ വെയിറ്റ് കുട്ടികൾ ഉണ്ടാവുകയും അവർ ലോ ബർത്ത് ആയിട്ട് ജനിക്കുന്ന നേരം അവർ തിൻ ഫാറ്റ് ഇന്ത്യനായി അവർക്ക് കുറഞ്ഞ ലോ മസിൽ മാസും ബോൺ ഡെൻസിറ്റി കുറയുകയും വളർച്ച കുടപാടുകളും കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസും ചിന്തിക്കാനുള്ള കഴിവുകൾ കോഗ്നറ്റീവ് എബിലിറ്റീസിൽ കുറപാടുകളും ഉണ്ടാവാം. രണ്ടാമത് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ പോലെ എയ്തർ വി ലൈക്ക് ദീപിക പടുകോൺ ആർ ഖുഷ്ബു. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറിയിൽ ചബ്ബി ബേബി. സോ ചബ്ബി ബേബി അഗൈൻ ഇസ് എ പ്രോബ്ലം. ഡബിൾ ദ ടൈംസ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻക്രീസ്ഡ് ലിപ്പിഡ്സ്, ഇൻക്രീസ്ഡ് ഇൻഫ്ലമേഷൻ, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. സോ ആൽട്ടേർഡ് ഫ്യൂവൽസ് അമ്മയുടെ ഗർഭത്തിൽ ഇരുന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ട് ആസ് ദ ബിഗിനിങ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ തുടക്കം മുതൽ നമ്മുടെ ജീവിതശൈലികൾ നന്നാവണം. ജീവിതശൈലത്തിൽ ഒരിക്കലും മാറ്റങ്ങൾ വരുത്തരുത്. പിന്നെ എനിക്ക് വന്നു കഴിഞ്ഞു, ഞാൻ മെലിഞ്ഞിട്ടാണ്, എനിക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞു, എനിക്ക് ഇനി ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാന്ന് മാഡം പറഞ്ഞല്ലോ, എനിക്ക് മാറ്റാനേ കഴിയില്ല എന്ന് ചോദിക്കേണ്ട. തീർച്ചയായും മാറ്റാൻ കഴിയും. ത്രൂ ഡയറ്റ്, മോഡറേറ്റ് കാർബോഹൈഡ്രേറ്റ് അധികം പേര് ചെയ്യുന്ന ഒരു തെറ്റ്, അതും ഈ ഇന്റർനെറ്റ് പാൻഡമിക് സമയത്തിൽ എല്ലാവരും ലോ കാർബ് വേണ്ട, ലോ കാർബിലേക്ക് പോകാൻ ആവശ്യമില്ല. മോഡറേറ്റ് കാർബോഹൈഡ്രേറ്റ് എടുത്തോളി. ഹൈ പ്രോട്ടീൻ, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം എങ്ങനെ ആൽട്ടർ ചെയ്യുന്നു എന്ന ഒരു സെഷൻ നമുക്കുണ്ട്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഇൻ മൈക്രോന്യൂട്രിയൻസ് എന്നുള്ളതിൽ മാഡം ഷാഗിര വിശദമായി പറയും. ട്രാൻസ്ഫാറ്റയുടെ കാര്യങ്ങൾ പറയും. ഹൈ ഫൈബർ നമ്മുടെ എക്സ്ക്ലൂസീവ് ഡയറ്റിൽ നമ്മൾ കാണുകയാണ്. പിന്നെ എക്സസൈസ്, യോഗ, ഐസോമെട്രിക്. കൂടുതലായി ഞാൻ മെലിഞ്ഞിട്ടല്ലേ, എനിക്ക് ആവശ്യമുണ്ടോ എക്സസൈസ് എന്ന് ചോദിച്ചാൽ കൂടുതലായി എക്സസൈസ് ചെയ്യണ്ട. പക്ഷേ ഒരു ദിവസത്തേക്ക് 40 മിനിറ്റ് വാക്കിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 4 days എ വീക്ക് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് അഡ്വൈസ് ചെയ്യുന്നു. സോ വാക്ക് അറ്റ്ലീസ്റ്റ് 45 minutes എ ഡേ ഫോർ അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 4 days എ വീക്ക്. ആൻഡ് എക്സസൈസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഉമ മാഡം പറയും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്ലീപ്പ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഉറക്കം, ഭക്ഷണം രണ്ടും നമ്മുടെ അനുഗ്രഹമാണ്, ഒരിക്കലും അത് തെറ്റായി ഉപയോഗിക്കേണ്ട. ആൻഡ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യമാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒഴിവാക്കുക. ആൻഡ് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ഹെൽത്ത് ആണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്രോസ്പെരിറ്റിയും കിട്ടത്തില്ല, നമ്മുടെ ലക്ഷ്യങ്ങൾ നേരിടാൻ കഴിയത്തില്ല. താങ്ക് യു. വിത്ത് ദിസ് ഐ എൻഡ് മൈ പ്രസന്റേഷൻ. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. Shripriya ma'am, can you say like how often we see like thin diabetic people, the percentage approximately? Yeah. Okay. 2 out of 10 are thin diabetes. Okay, fine. Thank you.
One question has come in the chat box. What is the ideal waist-hip ratio? Sherin ma'am, can you please unmute and say? 1 minute. Can you unmute, Sherin ma'am? Yeah. Okay. Waist hip ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റും ഹിപ്പും കൂടെ ഉള്ള ഒരു റേഷ്യോ ആണ്. ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ 0.8 ഫോർ വിമൻ ആൻഡ് 0.9 ഫോർ മെൻ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഹയർ വേസ്റ്റും ഹയർ ഹിപ്പും ആണെങ്കിൽ റേഷ്യോ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള ഒരു റേഷ്യോയിൽ വരും. പക്ഷേ മെയിൻ ആയിട്ട് അതിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വേസ്റ്റ് സർക്കംഫറൻസസ് ആണ്. പുക്കിളിന് ചുറ്റുമുള്ള വണ്ണം, അതായത് പുക്കിളിന് ചുറ്റുമുള്ള വണ്ണം ലേഡീസിന് ഒരു 80 സെന്റിമീറ്റർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ജെന്റ്സിന് 90 സെന്റിമീറ്ററിൽ പിന്നെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം മോർ ദാൻ ഐഡിയൽ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, വേസ്റ്റ് സർക്കംഫറൻസസ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. താങ്ക് യു. Ma'am, the next Thank you, Sherin ma'am. Next question is, why gestational diabetes is on increase these days? Yes. Okay. See, gestational diabetic in your exclusive talk നമുക്കുണ്ട്. Sindhu madam is taking a talk on gestational diabetes. അതിനെക്കാട്ടി gestational diabetic കൂടുതലായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പണ്ടത്തെ കാലത്ത് ഒത്തിരി വീടുകളിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്, പല മക്കള് കൂടുതലായിട്ട് കാണും. ഇപ്പം ഓവർ ആയിട്ട് നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നതാണോ, ജോലി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ അധികം ജോലിയൊന്നും ചെയ്യുന്നില്ല, കൂടുതൽ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നയിക്കുന്നതാണോ ഒരു കാരണം എന്നും നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു ഈറ്റിംഗ് പാറ്റേൺ നോട്ട് അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി, ഈവൻ അഡോളസെന്റ് സ്റ്റേജിൽ തന്നെ നമ്മളുടെ ഹെൽത്ത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഐഡിയൽ ബോഡി വെയിറ്റ് മേ ബി മുമ്പ് ശ്രീപ്രിയ പറഞ്ഞതുപോലെ തന്നെ ലീൻ ആയിരിക്കാം ചിലപ്പോൾ, പക്ഷേ ഹെൽത്തി ആണോ എന്നുള്ള അറിയത്തില്ല. ആവശ്യത്തിന് ഫൈബർ നേരത്തെ കഴിക്കുന്നുണ്ടോ, ഐഡിയൽ ആയിട്ട് എക്സസൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു അമ്മയാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ജസ്റ്റേഷണൽ ഡയബറ്റിക്കും തീർച്ചയായിട്ടും പാരമ്പര്യം, നമ്മുടെ സ്ട്രെസ് ലെവല്, ജീവിത സാഹചര്യം ഇതൊക്കെ അഫക്ട് ചെയ്യും. പക്ഷെ ഒരു വിധത്തിലും നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കുക, നല്ല ബാലൻസ്ഡ് ആയിട്ട് നേരത്തെ തന്നെ ഒരു അഡോളസെന്റ് പീരീഡിൽ തന്നെ അത് കഴിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു വിധത്തിൽ അത് പരിഹരിക്കാൻ പറ്റും. ഈവൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം, ഇപ്പം ജസ്റ്റേഷണൽ ഡയബറ്റിക് ഉള്ള പേഷ്യൻസും ഐഡിയൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഷുഗർ വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി കൊണ്ട് ഇൻസുലിനും വേറെ ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ, വേറെ ഒരു ടാബ്ലറ്റ് ഒന്നും ഇല്ലാതെ തന്നെ വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള വളരെയധികം പേഷ്യൻസ് നമുക്കുണ്ട്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഒരു അഡോളസെന്റ് പീരീഡിൽ തന്നെ നമ്മുടെ ഹെൽത്ത് ഒക്കെ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റിക് വരാതിരിക്കാൻ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ഒരു സെഷൻ നമുക്ക് വേറെയുണ്ട്, ജസ്റ്റേഷണൽ ഡയബറ്റിക്. Kindly attend that. Next, ma'am, can you please elaborate on the effect of stress on lean diabetes? Elaborate the stress on lean diabetes, right? Yes, ma'am. Elaborate the effect of stress on lean diabetes. Okay. When you ask me about elaborate the stress, physical stress and mental stress, we can elaborate in two distinct parts. When it comes to the physical stress, as I said, there is very low or nil insulin production. That is almost like a type 1 diabetes. The lean diabetes is also going into very low or nil insulin productions. So how this can be altered is by getting more on vitamin D, more on nutrients, and more on balanced meal. So this, for example, paranemegal, a very common lean diabetes, this people must be either ignoring their breakfast or lunch for years together. And this was not a sudden one-day event. So that we have to remember. That's why we say that lifestyle is priority. And if you ask on mental stress, the mental stress first starts with denial. How can it possible for me? How I never had food? And they may get more on
anxious and depressed with why not I eat at least now? This is the another problem. And the control of sugar, because that insulin has already gone to very low or nil, the control of the sugar levels will take the time. Initial time will be like minimum 6 months to 8 months to control their sugar levels or bring in control of the HbA1c. So that will be a very buffering on their mental and emotional health. And they also have the social stigma. How can I say that being lean person, I'm diabetic? That is also the another problem they have to deal with. Thank you, ma'am. The next question is, does thyroid has a role in diabetes? Yes, thyroid has a role in diabetes with increase in hormonal, we call all these hormonal imbalances or one of the major reason for our non-communicable disorders. So this, when you are in thyroid, people tend to overeat or get more obese with the basal metabolic rate disturbed. So when the basal BMR is disturbed, they have to start exercising. The one best option for hypothyroidism is start with exercise and take a moderate crop, never go for a very low carbohydrate, because thyroid already declines the cognitive functions. So always take care of moderate carbohydrates, minimum protein and minimum oil. Fat should not be completely avoided. It should be restricted, especially the junk has to be taken care. Junk has to be avoided and all the fat fried items should be restricted. So with this, thyroid can be kept in control and the lifestyle has to be put in proper ratio. Thank you, ma'am. The next question is, how significant is genetic factor in developing diabetes? Genetic factor is very much significant. When the father is diabetic, the child may get 30% chances of getting diabetes. And if a mother is diabetic, there are slightly higher percentage of chances are there. And if both parents are diabetic, we have 70% chances of getting diabetes. Thank you, ma'am. The next question is, how can we detect diabetic in lean persons? Are there any symptoms? Everybody have the common symptoms. Symptoms are very common to all. Tiredness, extreme tiredness, fatigue, and pounding hearts, palpitations, dizziness. And one of the classical symptoms for lean people is polyuria, increased urination. That is one classical symptom. And the rest of the symptoms are most common. Thank you, ma'am. The questions are over.